വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 2026 PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് സമുദ്രങ്ങളില് എന്തുണ്ട്, സൂക്ഷ്മജീവികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാനായിട്ട്, കണങ്ങൾ ട്ടോ, അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. അതിന്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം. പേര് ഇതാണ്, പേസ്. എന്താണ് പേര്? പേസ്. ഇനി ഇതന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെ കുറിച്ചും പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേസ് എന്ന ഉപഗ്രഹം എന്നാൽ എന്താണ്? അപ്പൊ പേസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം. ഇങ്ങനെയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് 4 ഓപ്ഷൻ ആയിട്ട് തന്നാണ്. പ്ലാങ്ക്ടൺ, അതുപോലെ തന്നെ എയ്റോസോൾ. എന്താണ്? എയ്റോസോൾ. പ്ലാങ്ക്ടൺ, എയ്റോസോൾ. ക്ലൗഡ്. എന്താണ്? ക്ലൗഡ്. അടുത്തത് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഇതാണ് പേസ്. PACE. പേസ്. ക്ലിയർ ആയില്ലോ? ഫസ്റ്റത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാ, COP30 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിന്റെ വേദി. COP30യുടെ വേദി എവിടെയായിരുന്നു? ബ്രസീൽ. COP30 വേദി ബ്രസീലാണ്. അടുത്തത് നമ്മുടെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ആരാണ് ആ വനിത? ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാൻ ഏഷ്യയിൽ ആദ്യമായി ലൈസൻസ് ലഭിച്ച വനിത. അടുത്തത് ചന്ദ്രയാൻ 3യെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO, ഈ ചന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ വിക്ഷേപിച്ചവ നമുക്ക് പഠിക്കാം. 1 ലാൻഡർ, അടുത്തത് റോവർ, അടുത്തത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇത്രയും വിക്ഷേപിച്ചതാണ്. ഒരെണ്ണം ഓർബിറ്റർ എന്നും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഓർബിറ്റർ ഇതിൽ പെടുന്നതല്ല എന്നുള്ളത് കൊണ്ട് അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഈ 3 ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യമാണ്, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് എന്നുള്ളത്. ഏതാണ്? 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2025 മാത്രമേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ 26. അല്ല കേട്ടോ മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2025, 26 പഠിച്ചില്ലേ? അപ്പൊ ഇത് 23 കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ. അതിന്റെ പേര് എന്തിനാണെന്നറിയോ? JT60SA എന്നാണ് അതിന്റെ പേര്. ഇത് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാ പ്രവർത്തനം ആരംഭിച്ചേ? ജപ്പാനിലാണ്. ഇനി അടുത്തത് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനില് ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്.
ക്യാപ്റ്റൻ ഗീതിക കൗർ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയില് ഏറ്റവും സുരക്ഷിതമായ നഗരം, ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്തയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ ആദ്യമായി സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെ? ഇടുക്കി ജില്ലയിൽ തുടങ്ങനാട് എന്ന സ്ഥലത്ത്. ഇടുക്കിയിലെ തുടങ്ങനാട്. ദേശാടന പക്ഷികളുടെ താവളമായ രാജസ്ഥാനിലെ പക്ഷി സങ്കേതം അഥവാ വന്യജീവി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? എന്താണ് അതിന്റെ പേര്? ഗിച്ചാൻ. പുതിയതാണ്, അപ്പൊ അതുകൊണ്ട് പഠിച്ചു നോക്കിയ ഗിച്ചാൻ. ചില ബുക്കുകളിൽ ഇങ്ങനെയും കാണുന്നുണ്ട് ഗീച്ചൻ. അത് ഓരോരുത്തരും പ്രൊനൗൺസ് ചെയ്യണത് ഓരോ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യണു. ജോധ്പൂരിലാണ് കേട്ടോ, ജോധ്പൂർ രാജസ്ഥാനില്. ഇനി കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് കേരള ഗവൺമെന്റ് സർവീസസ് വീട്ടുപടിക്കലെത്താനായി ആരംഭിച്ച പോർട്ടലിന്റെ പേര് എന്ത്? പോർട്ടലിന്റെ പേര് സുനീതി എന്നാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ആരംഭിച്ച, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആരംഭിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? സമന്വയ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ചോദ്യമുണ്ട്. കുടുംബശ്രീ, അതായത് എന്താ പറയുക, ഇങ്ങനെ പദ്ധതികള്. കുടുംബശ്രീകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് രംഗശ്രീ പദ്ധതി. ഇനി ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? അവര് PT ഉഷ. ആരാണ്? PT ഉഷയാണ്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരിക. ആദിവാസികൾ അഥവാ ST വിഭാഗക്കാർക്കും അതുപോലെ തന്നെ ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ വാർദ്ധക്യ പെൻഷൻ പരിധി എങ്ങനെ 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാ മക്കളെ? ജാർഖണ്ഡ്. കൂടുതലൊന്നുമില്ല, എന്ത് ഭയങ്കര നീട്ടിവലിച്ചൊരു ചോദ്യ. ST വിഭാഗക്കാർക്കും ദളിതർക്കും ഒക്കെ സാമ്പത്തിക പിന്തുണ നൽകാൻ വാർദ്ധക്യ പെൻഷന്റെ കാലാവധി 60 വയസ്സിൽ നിന്ന് 50 വയസ്സായിട്ട് അങ്ങോട്ട് കുറച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ കൂടുതൽ ഇതിന് നീട്ടി വലിച്ചൊക്കെ ആവുമ്പോ എന്താണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചില്ലേ, അതായത് എന്താ പറയാ, ഈ സാഹിത്യപരമായിട്ടുള്ള രീതിയിലൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരാണാവും വിചാരിക്കും അല്ലെ? അപ്പൊ അത് ടീച്ചർ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാ? പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ P വീരമുത്തുവേല് കേട്ടോ. ഇനി ലാസ്റ്റ് 2 കൂടി ഉണ്ട്. അടുത്ത ലാസ്റ്റ്
ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി അങ്ങനെ ചോദിച്ചാണ്. അത് ബ്രസീല്. നമ്മൾ നേരത്തെ എന്താ പഠിച്ച COP30 വേദി എന്താണ്? ബ്രസീല്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടാ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് പഠിച്ചേ? റോഡ് അപകടങ്ങൾ കുറയ്ക്കുക. റോട്ടിൽ ഉണ്ടാവണ അപകടങ്ങൾ കുറയ്ക്കാൻ അല്ലെ, അപകടങ്ങൾ കുറയ്ക്കുക, ഗതാഗത നിയമലംഘനമൊക്കെ തടയാൻ വേണ്ടി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഉണ്ടല്ലോ, അവരൊരു AI അധിഷ്ഠിത ക്യാമറകള് സംഘടിപ്പിക്കുകയാണ്, വെച്ചേക്കാണ്. ആ പദ്ധതിയുടെ പേര് എന്താണ്? അധിഷ്ഠിത ക്യാമറയുടെ ആ ക്യാമറ വെക്കുന്ന പദ്ധതിയുടെ പേര് സേഫ് കേരള പദ്ധതി എന്നാണ് കേട്ടോ. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചൂല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങള് ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യവും ഈ കറണ്ട് അഫയേഴ്സും തന്നെയാണ് ടീച്ചർ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷ വരെ ഇത് തന്നെ പഠിച്ചാൽ മതി. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആവർത്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കാട്ടോ എല്ലാവരും.